മുളക് ബജി എന്ന പേര് കേൾക്കുമ്പോഴേ തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒന്നാണല്ലോ ബജി മുളക്. മുളക് എന്ന പേര് ഇതിലുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ പേടിയാണ്. കാരണം ഇത് മുളകാണല്ലോ, ഇത് എരിവായിരിക്കുമല്ലോ. എന്നാൽ കുട്ടികളും വളരെ ഇഷ്ടത്തോടെ ചോദിച്ചു വാങ്ങി കറുമുറ കടിച്ചു തിന്നുന്ന ഒരു ബജി ഉണ്ടാക്കിയാലോ, ഒരു വെറൈറ്റി മുളക് ബജി. പതിവ് പോലെ എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 5 ബജി മുളക് എടുത്തിട്ടുണ്ട്. അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിരിക്കുന്നത്, ഒരു ചെറിയ സവാള, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില, ഒരു പകുതി നാരങ്ങയുടെ നീര്, 3/4 കപ്പ് കടലമാവ്, 2.5 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി, നേരിയ അരിപ്പൊടിയാണ്, 2 ടീസ്പൂൺ മൈദാമാവ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇനി ഇതിന് പകരം പച്ചമുളക് അരിഞ്ഞിട്ടാലും മതി, അത് ചെറുതായിട്ട് അരിഞ്ഞിടണം. 2 നുള്ളു ഗരം മസാല, ഉപ്പ്, വറക്കാൻ വെളിച്ചെണ്ണ, വെള്ളം. ഉരുളക്കിഴങ്ങ് തൊലി പൊളിച്ച് വെച്ചിട്ടുണ്ട്, ഇതൊന്ന് മാഷ് ചെയ്തെടുക്കണം. സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മല്ലിയില, ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില, ചില്ലി ഫ്ലേക്സ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നാരങ്ങ നീര്, പകുതി നാരങ്ങയെ പിഴിഞ്ഞിട്ടുള്ളൂ. ഫില്ലിങ്ങിന് ആവശ്യമായ ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോ എന്ന് ഈ സമയത്ത് നോക്കണം, ഇല്ലെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഇനി ഈ മുളകൊന്ന് കട്ട് ചെയ്ത് വെക്കണം. ഇത്തിരി അങ്ങോട്ട് വേണ്ട, ഇതിങ്ങനെ അറ്റം മുറിക്കണ്ട. ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ അകത്തെ കുരുവൊന്ന്, അരിയില്ലേ അതൊന്ന് മാറ്റണം. ഇതുപോലെ എല്ലാം അരി മാറ്റി വെക്കാം. ഇതുപോലെ ഇപ്പോൾ എല്ലാ മുളകും ഇതുപോലെ മുറിച്ച് അരി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് നിറച്ച് കൊടുക്കണം. ഇതുപോലെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഫില്ലിങ് നിറച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് അടച്ചു വെക്കാം. ഇതിന് ആവശ്യത്തിനുള്ള ഫില്ലിങ് ഇതിൻ്റെ അകത്ത് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ബാറ്റർ തയ്യാറാക്കാം. പാത്രത്തിലേക്ക് കടലമാവ്, അരിപ്പൊടി, മൈദ, ബാറ്ററിന് ആവശ്യമുള്ള ഉപ്പ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ബാറ്റർ തയ്യാറാക്കണം. പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിലുള്ള ബാറ്റർ. ഇപ്പം എൻ്റെ ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഇത് നമുക്ക് ബാറ്ററിൽ മുക്കാം. ഇതുപോലെ മുക്കിയെടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് വെളിച്ചെണ്ണയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതല്ല, സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ എടുക്കാം. ഇതിങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ട് നമുക്കിത് മൂപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ കൂട്ടരുത്. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കി
ബാക്കി നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. ഇത് എല്ലാവരും കഴിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു മുളക് ബജി. നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം. കണ്ടോ, ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളും ഇനി ബജി മുളക് മേടിച്ച് ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി കൊടുക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വെറൈറ്റി ഡിഷസുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.